നമസ്കാരം. എല്ലാവർക്കും തേനിൽ ഹാർഡ്വെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കുക്കിംഗ് റേഞ്ചാണ്. കുക്കിംഗ് റേഞ്ച് വിദേശ രാജ്യങ്ങളിൽ പണ്ടേ ഫെമിലറാണ്. എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുക്കിംഗ് റേഞ്ചാണ്. പക്ഷേ ഇന്ത്യയിൽ വളരെ കുറവാണ്. ഇവിടെ സാധാരണ നമ്മൾ ഹോബുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ സ്ലീക്കിൻ്റെ ഹാരിസൺ എന്ന് പറഞ്ഞൊരു കുക്കിംഗ് റേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. കുക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ ഇവിടെ നമുക്കൊരു ഗ്യാസ് ബർണർ, അതായത് ഒരു ഹോബും പ്ലസ് നമുക്ക് ഇൻബിൽറ്റ് ഓവനും കൂടി വരുന്ന ഒരു ഇതിനെയാണ് ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ കുക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. യൂറോപ്യനിലും നമുക്ക് GCCയിലൊക്കെ പോയിട്ടുള്ളവർക്ക് നോക്കാം, അവിടെ എല്ലാവരും ഇത് തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. പ്രൈസ് വൈസ് നമുക്ക് നോക്കുമ്പോഴും ഇത് അത്രയും വലിയ ഒരു കോസ്റ്റുള്ള ഒരു ലക്ഷറി സാധനം പറയാൻ പറ്റില്ല. എന്നാൽ ഒരു ലക്ഷറി പ്രൊഡക്റ്റ് ആണ് തന്നെ. ഒരു ഓവനും ഒരു ബർണറും കൂടി സെപ്പറേറ്റ് വാങ്ങുന്നതിനേക്കാൾ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല ഒരു ലുക്കും ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോ സ്ലീക്കിന്റെ ഹാരിസൺ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ നമുക്ക് കാണാം, നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഗ്ലാസ് ടോപ്പാണ് വരുന്നത്, ടഫർ ഗ്ലാസ് ആണ് വരുന്നത്. പ്ലസ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇത് കബോർഡാണ്. കബോർഡിന്റെ ഹൈറ്റിൽ നമുക്ക് ഇത് വെക്കാം. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് താഴെ ലെഗ് വരുന്നത്. ഇതിപ്പോ കണ്ടില്ല, ഒരു മോഡുലാർ കിച്ചണിൽ ചേരുന്ന ഒരു മോഡലാണ്. നമുക്ക് ഇതിനകത്ത് വരുന്നത് 4 ബർണറുകളാണ് വരുന്നത്. ഒരു വളരെ ചെറുതും, പിന്നെ ഒരിച്ചിരി വലിയ ഒരു മീഡിയവും, പിന്നെ അതിന്റെ മോഡലിലേക്ക് വരുന്നു, പിന്നെ ഒരു വലിയ 4 സൈസിലുള്ളതാണ് വരുന്നത്. ഇതിന്റെ എല്ലാം ഇഗ്നീഷൻ എല്ലാം ഓട്ടോ ഇഗ്നീഷനാണ് വരുന്നത്. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഓവനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇത് പറയാനുള്ളത്, നമുക്ക് ഗ്രില്ലിംഗ് ഓപ്ഷൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓവനാണ്. ഇതിലിപ്പോൾ നമുക്കൊരു അൽഫാമൊക്കെ ഉണ്ടാക്കാൻ നമുക്കിത് ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനകത്ത് വെച്ചിട്ട് ഇതിൽ വെക്കാം. ഇതിൽ റൊട്ടേഷൻ ഉണ്ട്. നമുക്ക് അത് കാണാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു റൊട്ടേഷൻ വീലുണ്ട്. അതിലേക്ക് നമുക്കിത് വെച്ചതിന് ശേഷം ഇത് ഊരിയെടുക്കാം. ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ആവുമ്പോൾ നമുക്ക് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഹീറ്റ് ആയാലും നമുക്ക് ഇത് കൈ പൊള്ളും. ഇത് നമ്മൾ പുറത്താണ് വെക്കേണ്ടത്. നമ്മൾ ഇത് എടുക്കാൻ നേരത്തെ നമുക്ക് ഇതിട്ട് ഇത് തിരിച്ചതിന് ശേഷം നമുക്ക് ഇത് എടുക്കാം. ഇതിനായിട്ട് കൈ ഒരു റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് ഇവിടെ കിടന്ന് കറങ്ങും കൂടി ചെയ്യും. പിന്നെ നമുക്ക് അല്ലാണ്ട് ഇതിന്റെ മുകളിൽ വെക്കാനുള്ള ഈ ഗ്രില്ലുകളെല്ലാം വരുന്നുണ്ട്. ഒരു 2 ലെയർ തട്ട് വരുന്നുണ്ട്. അതെ, ട്രേ നമുക്ക് ഇതിന് കാണാൻ, നമുക്ക് ഇതിനകത്ത് ഒരുപാട് തട്ടുകളുണ്ട്. നമുക്ക് ഇത് ട്രേ എടുത്ത് മുകളിലോട്ട് താഴോട്ടൊക്കെ വെക്കാൻ പറ്റും. ഇത് 2 ലെയർ ഗ്ലാസ് ആണ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ടിലും ഇതിന്റെ ബാക്കിലുമായിട്ട് 2 ലെയർ ഇത് വരുന്നുണ്ട്. പിന്നെ ഇത് സ്ലീക്കിന്റെ ഹാരിസൺ എന്ന് പറയുന്ന മോഡൽ ആയതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് കുറച്ചും കൂടി പ്രൈസ് എഫക്റ്റീവ് ആണ്. കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഇലക്ട്രിക്കലായിട്ടാണ് ഇതിന്റെ ഓവൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കലായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഇത് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് ഉപയോഗിക്കുമ്പോൾ. പക്ഷെ അതുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട്. ഗ്യാസ് ഡയറക്റ്റ് ഒരു ഫുഡിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല, ഹെൽത്തി അല്ല. പല ഡോക്ടർമാരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കറണ്ടും കൊണ്ട് ഒരു കോയിൽ ചൂടാവുന്നതുകൊണ്ട് നമുക്ക് ഹെൽത്ത് പരമായിട്ടുള്ള യാതൊരു ഇഷ്യൂസും വരുന്നില്ല. ഗ്യാസ് എന്തായാലും കത്തുമ്പോൾ നമുക്ക് അതിന് പുകയാണല്ലോ വരുന്നത്. അപ്പൊ ഇതിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഗ്യാസിൻ്റെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വില കുറച്ച് കൂടുതലാണ്. 10-60 രൂപ വരും ഫേവറിനൊക്കെ. പക്ഷെ അതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത്, അതിനകത്ത് പുക, ഗ്യാസ് ബേണാവുന്നതിന്റെ പുകയും കാര്യങ്ങളും നമുക്ക് ഫുഡിലേക്ക് വരും. അത് നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും ഇങ്ങനത്തെ ഇലക്ട്രിക് ഓവൻ ഉള്ളതാണ് എപ്പോഴും നല്ലത്. നമുക്കപ്പോൾ കുറച്ചും കൂടി ഹെൽത്ത് കുറച്ചും കൂടി നല്ലതാണ്.
ഇത് പിന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇത് ഓപ്പൺ ആക്കി വെക്കണം, പുറത്തേക്ക് വെക്കണം. നമുക്ക് അത് വെച്ചിട്ട് ഇത് അടയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിത് 60 സെന്റിമീറ്റർ ആണ് വിടുത്ത് വരുന്നത്. ഈ ഡെപ്തും എല്ലാം 60 ആണ് വരുന്നത്. അതുപോലെ ഈ നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് താത്തി വെച്ചാൽ മതി. നമുക്ക് ഇതിപ്പോ ഓരോ സമയത്ത് ആക്കി വെക്കണമെന്നില്ല. കമ്പനി ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം നമ്മൾ പോകുമ്പോൾ ഇതങ്ങോട്ട് താത്തി വെക്കണം എന്നാണ്. ഇതിനകത്ത് കമ്പനി പ്രത്യേകം പറയുന്നത് ബേർഡ് ഏതോട്ടിരിക്കുന്ന സമയത്ത് ഇത് താത്താൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിലും ടഫൻ ഗ്ലാസ്സിൽ ചൂടടിച്ചു പ്രശ്നമൊന്നും സംഭവിക്കാനില്ല. സോ ഇതൊക്കെയാണ് കുക്കിംഗ് റേഞ്ചിനെ കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടിനെങ്കിൽ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും.